ഇത് രണ്ടും ഞാൻ തന്നെ കുടിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓ, ഇത് കുടിക്കാൻ ഇഷ്ടമല്ലാത്തൊരാള്. ഡാ, ഞാനേ ആ ട്രാവൽ ഏജൻസി പോയി. അതാ വൈകിയത്. സ്വീഡനിലും അത്യാവശ്യം ഗോൾഡൻ വീസ പരിപാടിയുണ്ട്. പക്ഷെടാ കിച്ചു, ഒരാൾക്ക് മിനിമം 1,00,000 യൂറോയെങ്കിലും വേണ്ടി വരും. അയ്യടാ, ഇവിടെ ഒരു സാധാരണ വിസയ്ക്കുള്ള സാധാരണ രൂപ സംഘടിപ്പിക്കാൻ നട്ടം തിരിക. അപ്പോൾ ഒരു യൂറോയും ഗോൾഡും. എൻ്റെ പൊന്നോ, നടക്കണ കാര്യമല്ലോ ആലോചിക്കും. ഓക്കെ, ഫൈൻ. ഓക്കെ. കല്ലു കല്ലു കല്യാണിക്കുട്ടി, സ്വീഡനില് ബീച്ചുണ്ടോ? മഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ. അവിടെയുള്ളവര് വടാപ്പാവും ഫ്രാങ്കിയും കഴിക്കുമോ എന്തോ? ഇല്ല കിച്ചു, നിനക്ക് വരണോന്നില്ലെങ്കിൽ അതങ്ങ് പറ. വെറുതെ വട്ടം കളിക്കാതെ. നിന്നെ എന്താ ചെയ്യാ? എന്ത് വേണേ ചെയ്തോ. അതെ, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് നിന്റെ ചാച്ച എന്തെങ്കിലും ഹിന്റ് തന്നോ? ദേ, കാശിന് എത്ര അത്യാവശ്യമുണ്ടെന്ന് വെച്ച് കിച്ചു അവിടെ ചെന്ന് ചാടിക്കേറി യെസ് പറയരുത്. എന്തെങ്കിലും ഇല്ലീഗൽ പരിപാടിയാണെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ വിട്ടോണം. അറിയാലോ, പിന്നെ ഒരിടത്തേക്കും ടൂറിസ്റ്റ് വീസ പോലും കിട്ടില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓക്കേ, ഞാൻ പോയിട്ട് വരാം. ശരി, ബൈ. കിച്ചു, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. നമ്മൾ ആരെ കാണാനാ പോകുന്നത്? നിനക്ക് അപകടം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യും. ഇതിപ്പോ നിങ്ങൾക്ക് കടലിൽ കിടക്കാൻ ഇത്രയും കാശ് പെട്ടെന്ന് വേണമെന്ന് ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചത്. എത്രയും കുറച്ചറിയുന്നോ അത്രയും നല്ലത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവരെ കണ്ട് സംസാരിച്ച് നിന്നെ കൊണ്ട് പറ്റുന്നതാണെന്ന് തോന്നിയാൽ മാത്രം ഏറ്റെടുത്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ താഴെ കാണും. കുടിക്കാൻ എന്തെങ്കിലും? ഐസ് ടീ വിത്ത് മിന്റ്. വെള്ളമായാലും മതി. താങ്ക്സ്. മിസ്റ്റർ ശ്രീധരൻ കാര്യം എന്തെങ്കിലും സൂചിപ്പിച്ചോ? ചാച്ച കാശിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ജോലി എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ കൂട്ടുകാരനാവണം. ആളുകളെ വാചകൊടിച്ചു വീഴ്ത്താൻ കിച്ചുവിന് ഭയങ്കര കഴിവാണെന്നാണല്ലോ തന്റെ ചാച്ച പറയുന്നത്.
എൻ്റെ ടൈപ്പല്ല. പുള്ളി ആരുടെയും ടൈപ്പല്ല, അതാണ് പ്രശ്നം. അസൈനാരെന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ മംഗലാപുരം സെക്ടറിലെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ കിങ് പിന്നായിരുന്നു. അയാൾ അറിയാതെ ഒരു തരി പൊന്നുപോലും ആ റൂട്ടിലൂടെ ചലിക്കില്ല. അസൈനാരുടെ വലങ്കൈയായിരുന്നു ഈ മനുഷ്യൻ, ഡേവിഡ്. വലങ്കൈയല്ല, അസൈനാരുടെ ചങ്ക്, ദാവൂദ്. അങ്ങനെയാണ് അസൈനാർ അവനെ ചെല്ലപ്പേരിട്ട് വിളിച്ചിരുന്നത്. കുറച്ചുനാൾ മുമ്പ് ഉടുപ്പിയിൽ വെച്ച് ഇവരെ ആരോ ആക്രമിച്ചു. അസൈനാർ സ്പോട്ടിൽ തന്നെ തീർന്നു. ഡേവിഡ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ വാനിൽ അന്നത്തെ മതിപ്പ് വിലയ്ക്ക് ഏകദേശം 30 കോടിയുടെ സ്വർണം ഉണ്ടായിരുന്നു. ആ ദിവസം എന്താണ് സംഭവിച്ചതെന്നോ ആരാണ് ആക്രമിച്ചതെന്നോ ഇന്നും ഒരു പിടിയുമില്ല. ഇങ്ങാർക്കോ? ആ സംഭവത്തോട് ഡേവിഡിന്റെ ഓർമ്മ പോയി. തലയിലൊരു വെടിയുണ്ട കയറിയിരുന്നു. അതാവാം, അല്ലെങ്കിൽ മാനസികമായ ഷോക്കാവാം. അയാൾ ഫേക്ക് ചെയ്യുന്നൊന്നുമല്ല. ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്തത്ര പീഡനങ്ങൾ അയാൾ സഹിച്ചിട്ടുണ്ട്. അഭിനയിക്കായിരുന്നെങ്കിൽ കിളി പറയുന്ന പോലെ എന്നേ പറഞ്ഞേനെ. നിങ്ങൾക്ക് ബന്ധുക്കളും സ്വന്തക്കാരും ഒന്നുമില്ലേ? തന്നെ പോലെ തന്നെ, കിച്ചുവിന് ചാച്ച പോലെ ഡേവിഡ് അസൈനാർ. അതെ, കഷ്ടകാലത്തിന് ഞാൻ നിങ്ങളുടെ ആളാണെന്ന് എങ്ങാനും അങ്ങേർക്ക് പിടികിട്ടിയ നിങ്ങൾ കൊടുത്തത് മുഴുവൻ എനിക്കിട്ട് തിരിച്ചു തരുമോ? ഏയ്, അയാൾ അതും മറന്നിട്ടുണ്ടാവും. സങ്കടമോ ഭയമോ തോന്നുന്ന എന്തോർമ്മയോ അടച്ചുകളയലാണ് അയാളുടെ മനസ്സിപ്പ് ചെയ്യുന്നത്. അതാണ് തുറന്നു കിട്ടാനുള്ള ഈ ബുദ്ധിമുട്ടും. ഒരവസാന ശ്രമം നടത്തി നോക്കുകയാണ്. അതാണ് തനിക്കുള്ള അസൈൻമെന്റ്. 2 ആഴ്ച സമയം. അതിനുള്ളിൽ ഡേവിഡുമായി കൂട്ടുകൂടി എങ്ങനെയെങ്കിലും അയാളുടെ ഓർമ്മ തിരിച്ചു പിടിക്കാനുള്ള വഴി തുറക്കുക. സാധിച്ചാൽ 25 ലക്ഷം. സാധിച്ചില്ലെങ്കിൽ 5 ലക്ഷം. പക്ഷേ സാധിക്കണം. പോകുമ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ചാടിക്കേറി എസ് പറയലെന്ന്. കല്ലു, കാശ് നമുക്ക് അത്യാവശ്യമല്ലേ? ഇല്ലെങ്കിൽ താൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ജോലിയും നമ്മുടെ വിസ എല്ലാം ഗോപിയാകും. ഭയ്യ, ഏക് ടിക്കറ്റ്. ബോധവും പൊക്കണവും അല്ലാത്ത ഒരു സ്ട്രീറ്റ് തകിന്റെ ഫ്രണ്ട് ആവുക, അയാളുടെ പാസ്റ്റ് കണ്ടുപിടിച്ചു കൊടുക്കുക. നിനക്ക് പ്രാന്തണക്കിച്ചു. എനിക്ക് പേടിയാവുന്നു. എന്തൊക്കെയോ വരാൻ പോണ പോലെ. നീ ആ മനുഷ്യനെ എവിടെ വെച്ചാ കാണാൻ പോന്നെ? ഒന്നും പറയണ്ട, എന്റെ ഇഷ്ടാ. പടം പേടിച്ച് പന്തളത്ത് വന്നപ്പോ എന്ന അവസ്ഥയാ. നീ എന്ന് പറഞ്ഞ പോലെ വല്ല മലയാളം സീരിയലിലും ട്രൈ ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോ ചാടിക്കേറി ഹിന്ദിയിൽ ഉണ്ടാക്കാൻ വന്നിട്ടേ ഈ ഭോജ്പൂരി സെറ്റപ്പ് മൊത്തം പോക്കടാ. ഒരുമാതിരി ജാംബവാന്റെ കാലത്തെ തിയേറ്ററും. അപ്പൊ ഞാൻ വിളിക്കാം. പടം തുടങ്ങാറായി. ഓക്കെ. भैया कोई फ्लेवर नहीं है? कैरमल चीज नहीं? പുല്ലിങ്ങേരും മലയാളവും മറന്നു. हॉस्पिटल के सामने खड़े होकर फूफू कर रहे? बीवी बीमार है अंदर. क्या हुआ भाभी? ഉപ്പും മുളക് കൂടിയിട്ടുണ്ട്. औरतों वाली बीमारी.
ഏയ് അണ്ണാ അണ്ണാ ഒരു മിനിറ്റ്. ഏയ് അണ്ണാ, അടിപൊളി മലയാളിയായിരുന്നല്ലേ, സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല കേട്ടോ. അല്ല, ഒരു സെക്കൻഡ്, എത്രയായി? ഹേയ് വേണ്ട. ഇവിടെ ബിസിനസ് ഒക്കെ എങ്ങനെ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നേ. ഇന്നലെ നവരംഗിൽ പോയി അവിടുത്തെ സിനിമ കണ്ടായിരുന്നു. ഇവിടെ രണ്ടിടത്തും അല്ലേ ഭോജ്പുരി ഉള്ളൂ. ഗുൽഷൻ ടോക്കീസ്, കാമാത്തിപുരം. അത് വേണ്ട. ഈ ഹിന്ദി ഫിലിം ഫീൽഡിൽ കയറണമെന്നാണ് ആഗ്രഹം. ആക്ടിംഗ് അല്ലേ, ടെക്നിക്കൽ. അപ്പോൾ ഫീൽഡിലുള്ള ഒരു കക്ഷി പറഞ്ഞു ഭോജ്പുരി വഴി കയറുന്നതാണ് ബുദ്ധിയെന്ന്. അപ്പോൾ അതിനാദ്യം ഇവരുടെ സ്റ്റൈൽ പിടിക്കണം. പടം തുടങ്ങി. ഈ ട്രീറ്റ് എങ്ങനെയെങ്കിലും തിരിച്ചു തന്നേ പറ്റൂ. അണ്ണനെപ്പോഴാ പോകുന്നത്? ഈ കളിയുടെ ഇന്റർവെൽ കഴിയുമ്പോൾ. അടിപൊളി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ. അണ്ണൻ സിനിമകൾ കാണാറില്ലേ? ഇഷ്ടമല്ലേ? അതോ പണ്ട് പോലെ എങ്ങനെയാണോ? അറിയില്ല. नमस्ते धन्यवाद जी. ഓ, ഇത് സൈക്കിള് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന ചില മലയാള പടങ്ങളെ വെച്ച് ഭേദോ. അതും ഇതുപോലെ പാതയും മുറിയും കണ്ടു പറയുന്നതായിരിക്കും അല്ലേ? ഓ, 5 ഡയലോഗ് അടിക്കാൻ ഓർമ്മ പ്രശ്നമില്ലല്ലേ? भाई कितना हुआ? 50. ഞാൻ കൊടുക്കാം. ഞാൻ നോക്കാം. ഇവിടുത്തെ മാനേജർക്ക് സിനിമാക്കാരെ അറിയാം. ഞാൻ പറഞ്ഞു നോക്കാം. കാണാം. ആ കിച്ചു, വാ. ആ, കഴിക്കാം. ഓ വേണ്ട, എന്തൊക്കെയോ കഴിച്ച് വയറ് നിറഞ്ഞു. ഞാനിന്ന് അയാളെ കണ്ടു ചാച്ച. ആരെ? ഡേവിഡ്. വിചാരിച്ച പോലെയല്ല, ഒരു സാധു മനുഷ്യൻ. കാണും പോലെയല്ല ആരും ഒന്നും. ആ ലോകത്തു നിന്ന് നിന്നെ അകറ്റി നിർത്താൻ ഇക്കാലം അത്രയും ശ്രദ്ധ വെച്ചിട്ടിപ്പോ എന്താ ഇത് ശ്രീധരൻ? എന്താ ചെല്ലേ, കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിയാട്ടെ. ആ കേട്ടോ? उस तरफ जाओ. ചൂട് പോകുന്നതിന് മുമ്പേ കഴിക്കണം, എന്നാലും നല്ല കസകസാന്നിരിക്കുള്ളൂ. കൊഴുക്കട്ട.
അനച്ചനെ കണ്ട് കാര്യം പറയാൻ പറ്റിയില്ല. ഞാൻ അതിനുള്ള കൈക്കൂലി കൊണ്ടുവന്നാണെന്ന് അല്ലേ? നല്ല കസകസുണ്ട്. അണ്ണന് കോഴിക്കോട്ട് ഇഷ്ടമാണോ? അറിയില്ല. ഇത് ഗേറ്റ് വേയുടെ അടുത്തൊരു കടയുണ്ട്. ആ. അവിടുന്ന് വെള്ളക്കാര് ടൂറിസ്റ്റുകൾ വാങ്ങും. ആ അത് പറ. അപ്പൊ അണ്ണനും എന്നെ പോലെ കലാകാരനാണ്. ചുമ്മാ അതല്ല നമ്മൾ ഇത്രയും പെട്ടെന്ന് സിങ്കായത്. നമുക്കൊരു ചായ കുടിച്ചാലോ? മണ്ണെണ്ണ തീർന്നു. കുഴപ്പമില്ല, പുറത്ത് പോയി ചായ കുടിക്കാം. सर ब्रेडनेस का चाय. ഫുഡടിയൊക്കെ പുറത്തുനിന്ന് തന്നെ. വല്ലപ്പോഴും ചോറുന്താലും അങ്ങനെ എന്തെങ്കിലും വെക്കും. അണ്ണൻ്റെ കല്യാണമൊന്നും എൻ്റെ പൊന്നോ അറിയില്ല എന്ന് മാത്രം പറയല്ലേ. ഏഴെട്ട് ദിവസമല്ലോ, രണ്ടും കൂടി ബീച്ചിലും പാർക്കിലും ആടിപ്പാടി നടക്കുന്നതല്ലാതെ വല്ല പ്രയോജനമുണ്ടോ? ആദ്യം അങ്ങനെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കാനല്ലേ പറഞ്ഞു. അതിനെന്ത് മാത്രം ബുദ്ധിമുട്ടെന്ന് അറിയൂ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇപ്പൊ അങ്ങാർക്ക് എന്നോടൊരു അടുപ്പവും വിശ്വാസവും ഒക്കെ ഉണ്ട്. ഇനി അത് വെച്ച് വേണം മുമ്പോട്ട് മൂവ് ചെയ്യാൻ. താൻ ശ്രമിക്കുന്നില്ലെന്നല്ല കിച്ചു പറഞ്ഞത്. സമയം തീർന്നുകൊണ്ടിരിക്കാന്ന് ഓർമ്മിപ്പിച്ചതാ. ഇതെങ്ങനെ ടൈം ടേബിൾ വെച്ച് അടിപിടി നടത്താൻ പറ്റുമോ? കുറെ കാലം നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ? കുറച്ച് ക്ഷമ കാണിക്കുക. ക്ഷമയുടെ സമയമെല്ലാം കഴിഞ്ഞു. ഡേവിഡിന്റെ കഥ ഇതോടെ തീരും. ആ പാവത്തിനെ വെറുതെ വിട്ടൂടെ? അങ്ങേരെ എങ്ങനെയെങ്കിലും പഴച്ചോട്ടെ. പാവം. വിഷസർപ്പമാണ്, നിനക്കറിയില്ല. മക്ബൂൽ, ഇതിങ്ങനെ അന്തമില്ലാതെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞതാ. അയാളുടെ ഓർമ്മ കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അറിയാലോ. തമ്മിത്തല്ലി തീർന്ന അത്രയും പണി കുറഞ്ഞെന്നേ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. പട്ടേലിനെ വിളിക്കേ. ഡേവിഡിനെ ഇനി വെച്ചോണ്ടിരിക്കണ്ട, ഇറങ്ങിപ്പോയ്ക്കോ. പിന്നൊരു കാര്യം, താൻ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളെ കണ്ടിട്ടില്ല ഡേവിഡിനെ, മനസ്സിലായോ? മാം, മാം പ്ലീസ് വാ ഇരിക്കേ. മറ്റൊരു പ്ലാൻ കൂടിയുണ്ട്. ഡേവിഡിനെ കൊണ്ട് ആ പഴയ യാത്രയുടെ റെപ്പീറ്റേഷൻ നടത്തണം. താൻ അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് സാധിക്കണം. ബോംബെ ടു മാംഗ്ലൂർ. ഭാഗ്യമുണ്ടെങ്കിൽ ഉടുപ്പിയിൽ ആക്രമണം നടന്ന സ്ഥലം എത്തും മുന്നേ ഡേവിഡിന് എന്തെങ്കിലും ഓർമ്മ വന്നിരിക്കും. അവൻ്റെ ഓർമ്മയല്ല, ജീവനാണ് നിന്റെ കയ്യിൽ. അവർ ഡേവിഡിനെ കൊല്ലും അല്ലേ? ഒന്നും
അധികം നീ അറിയാതിരിക്കുന്ന നല്ലതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ. ആ മനുഷ്യനെ മരണത്തിന് ഒറ്റുകൊടുക്കലാണ് അപ്പൻ്റെ ജോലി.